സോഫിയ ഖുറൈഷിക്ക് നേരെ തീവ്രവാദിയുടെ അല്ലെങ്കിൽ ഭീകരവാദിയുടെ സഹോദരിയാണ് എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം പേരുള്ളത് കൊണ്ടാണ്. ഇവനെയൊക്കെ മന്ത്രിയായി വെച്ചുകൊണ്ടിരിക്കുന്നത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. അവരോടൊരു ഒരു എക്സ്പ്ലനേഷൻ പോലും ചോദിക്കുന്നില്ല. രാജ്യസ്നേഹികൾ, അതിങ്ങനെ കോമയിൽ വായിക്കണം. രാജ്യസ്നേഹികൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയിരുന്നവർ ഇന്ന് രാജ്യസ്നേഹികളായി ഉച്ചയിസ്തരം പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ യഥാർത്ഥ രാജ്യസ്നേഹികളെ ഭീകരവാദികളായി മുദ്ര കുത്തുന്ന കാലഘട്ടം. ഒരു മനുഷ്യൻ അല്ലാഹ് ഇസ്ലാം കൽബിലേക്ക് കൊടുത്താൽ അവന്റെ ഹൃദയം ഇങ്ങനെ പ്രകാശിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. കൽബിൽ പ്രകാശം. അതിൽ നമ്മൾ കശ്മീരിൽ അന്ന് ആ തീവ്രവാദ ആക്രമണമൊക്കെ ഉണ്ടായപ്പോ മതം നോക്കാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് ഓടി നടന്ന് സ്വജീവൻ പോലും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്ന മുസ്ലിം നാമധാരികളെ അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള കുട്ടികളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരുടെ കൽബിൽ ആ നൂറുള്ളത് കൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവരെ കൊല്ലാക്കൊല ചെയ്യാൻ വന്നവന് പേര് കേവലം മുസ്ലിം പേരുണ്ട് എന്നതൊഴിച്ചാൽ അവന്റെ കൽബിൽ ഇസ്ലാമില്ല. അവനെയൊന്നും മുഅ്മിനായി മുസ്ലിമായി പോലും പരിഗണിക്കാൻ പറ്റൂല എന്നാണ് അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു കൃത്യമായി ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ 2 ദിവസം മുമ്പും ഫലസ്തീനിൽ ഗസയിൽ വീണ്ടും ആക്രമണമുണ്ടായി. കുഞ്ഞുമക്കൾ പോലും വധിക്കപ്പെടുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ഒരു ജനത ഇന്ന് ഈ ലോകത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അത് ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളാണ്. എത്രമാത്രം ക്രൂരമായി അവർ വേട്ടയാടപ്പെടുകയാണ്. ഈ സമയത്തും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട്, ഈ യുണൈറ്റഡ് നേഷൻ ഒക്കെ എന്തിനിരിക്കുകയാണ്? ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ. അത് അള്ളാന്റെ മാർഗത്തിലായാൽ ആ യാത്രക്ക് പോലും പുണ്യമുണ്ടെന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹ്. എന്തിനേറെ നമ്മുടെ ഇബാദത്തുകളിൽ പോലും അങ്ങനെ ഒരു യാത്ര കാണാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നിസ്കരിക്കാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് നമ്മളിങ്ങനെ ദ്രുതഗതിയിൽ സുജൂദിലേക്ക് പോകുന്നൊരു പോക്കുണ്ടല്ലോ, അത് അള്ളാഹുവിലേക്ക് സർവവും സമർപ്പിച്ചുകൊണ്ടുള്ളൊരു യാത്രയായി പരിചയപ്പെടുത്തുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചലനവുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് അള്ളാഹു ആ ഇബാദത്തുകളെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ കണക്റ്റഡ് ആണ് നിസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനെ സുബ്ഹിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപാണ്. അപ്പൊ ഇതുപോലെ ഒരു ഇല്ലായ്മ എനിക്കും ഉണ്ടായിരുന്നു. സുബ്ഹി നിസ്കരിക്കാൻ നമ്മൾ വരുമ്പോ നമ്മുടെ മനസ്സിലൊക്കെ ചിന്ത കടന്നു വരണം, ഇതുപോലൊരു ഇല്ലായ്മ. ഇപ്പൊ സൂര്യനില്ല, സൂര്യൻ ഉദിച്ചിട്ടില്ല. എനിക്കും ഉദയമില്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്നെ ഉദിപ്പിച്ചത് എന്റെ റബ്ബാണ്. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നു. പതിയെ പതിയെ ചൂട് പിടിച്ചിങ്ങനെ വരികയാണ്. ബാല്യവും ശൈശവവും കൗമാരവും ഒക്കെ പിന്നിട്ട് ഒരു മധ്യാഹ്നത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ കടന്നു വരുന്നു. എനിക്കും അതുപോലെ ഒരു മധ്യകാലം വരാനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ളുഹർ നിസ്കരിക്കണം. ആ മധ്യാഹ്നവും പിന്നിട്ട് എൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് എന്നെ പിഴിഞ്ഞെടുക്കുന്നത് പോലെ എനിക്കിങ്ങനെ വയസ്സാകുന്ന ഒരു സമയം വരാനുണ്ട്. അതാണ് അസുർ. ആ അസുർ നിസ്കരിക്കുന്ന വേളയിൽ എൻ്റെ വാർദ്ധക്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരണം. അവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് 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 എനിക്കൊരു അസ്തമാനം വരാറുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ എനിക്കും ഇതുപോലൊരു മരണം സംഭവിക്കാനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ മഗ്രിബ് നിസ്കരിക്കാൻ കഴിയണം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അസ്തമയം കഴിഞ്ഞ് ആകാശത്തിലെ ചുവപ്പും മാഞ്ഞ് പിന്നീട് മൊത്തത്തിൽ ഒരു ഇരുട്ടങ്ങ് പരക്കുകയാണ്. മുൻപൊരു സൂര്യൻ ഉദിച്ചിരുന്നോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലാണ് ആ ഇരുട്ട് പരക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ഇശാ എനിക്ക് വരാനുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആദ്യത്തെ ആണ്ട് വരെയൊക്കെ എന്നെ ഓർക്കും, പിന്നെ ഞാനെന്ന വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നോ എന്ന് പോലും ഓർക്കാത്തതുപോലെ ആളുകൾ ജീവിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഈ ലോകത്തിന്റെ ഘടന പോലെയാണ്, ഒരു യാത്ര പോലെയാണ് ഇബാദത്തുകളെ പോലും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. നമുക്ക് ഹദീസുകളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ചലിക്കുന്നുണ്ട്. വകുല്ലൂ ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാം ചലിക്കുന്നുണ്ട്. എല്ലാം അതിന്റെ ഭ്രമണപഥത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ചലിക്കുന്നില്ല, നിശ്ചലമായി നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു സംഗതിയുടെ ആന്തരിക ഭാവം പോലും ചലിക്കുകയാണ്. ഒരു സിംഗിൾ ആറ്റം പോലെ ശാസ്ത്രം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. ചലിക്കാതിരിക്കുമ്പോഴും അവൻ അടങ്ങിയിരിക്കുമ്പോഴും അവന്റെ കൽബിങ്ങനെ ആന്തരികമായി അവനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അവന്റെ കൽബിൽ ഒരു താളം മുഴങ്ങണം, അല്ലാഹ് 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 എന്ന താളം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത് തന്നെ. നിസ്കാരം എന്ന് പറഞ്ഞ എന്തിനാ? നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി നിസ്കരിക്കണം. 5 വഖത്ത് സ്മരിക്കുന്നതിലൂടെ നിരന്തരം ദിക്റുല്ലാഹിയിലാകണം. നിസ്കാരം അതിനാണ്.
ഹജ്ജ് എന്ന യാത്ര അതിനാണ്, നിസ്കാരത്തിലുള്ള യാത്രകൾ അതിനാണ്. എന്തിന്? അല്ലാഹ് എന്ന ദിക്റിനെ ഒന്ന് ഊർജ്ജസ്വലതയോടുകൂടെ ഒന്ന് പുനരാവിഷ്കരിക്കാൻ വേണ്ടിയാണ് ഈ അമലുകളൊക്കെ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ സയ്യിദി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ധാരാളം യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശക്തി ഉണ്ടാവുക, ഊർജം ലഭിക്കുക എന്നാണ്. ഒരു അമ്പ് അത് വില്ലിൽ ഇങ്ങനെ ഘടിപ്പിച്ചു വെച്ചാൽ അതിന് ശക്തിയില്ല. അതിനിങ്ങനെ വലിച്ച് എയ്ത് വിടുമ്പോഴാണ് ആ അമ്പിന് ശക്തി ഉണ്ടാകുന്നത്. ഒരു സിംഹം മാളത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മടയിലിരിക്കുമ്പോൾ അതിന്റെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് അവിടെ നിന്നിറങ്ങി ഇരപിടിക്കാൻ യാത്ര ചെയ്യുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാകുന്നത്. എന്നതുപോലെ യാത്ര നിങ്ങളെ ഊർജ്ജസ്വലരാക്കുന്നു, നിങ്ങൾക്ക് ശക്തി പകരുന്നു, നിങ്ങൾക്ക് വിജ്ഞാനം പകരുന്നു, നിങ്ങളിൽ പ്രത്യേകമായി ഒരു വിനയ സ്വഭാവമുള്ളവരാക്കി നിങ്ങളെ യാത്ര മാറ്റി തീർക്കുന്നു എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഞാനിങ്ങനെ ഇടയ്ക്കിരുന്ന് ചിന്തിക്കും, എന്നെ ഞാനാക്കി മാറ്റിയത് ചില യാത്രകളാണ്. ഞാനെന്ന വ്യക്തി ഒന്നുമല്ലാത്തിടത്ത് നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും ദുഷിച്ച മനസ്സുമായി ജീവിക്കുന്നിടത്ത് നിന്ന്, നഫ്സ് അമ്മാറയിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവന്നത് ചില യാത്രകളാണ്. ചില തസവൂഫിന്റെ അഹ്ലുകാരുടെ മുമ്പിൽ പോയി ഇരുന്നതാണ്, സൂക്ഷ്മജ്ഞാനികളായ സ്വാലിഹീങ്ങളുടെ മുമ്പിൽ ഇരുന്നതാണ്, ഹക്കായ തുർക്കുകളിലൂടെ സഞ്ചരിക്കുന്ന സ്വാലിഹീങ്ങളുടെ മുമ്പിൽ ഇരുന്നപ്പോ യഥാർത്ഥ തൗഹീദിന്റെ പാത വരച്ചു കാണിച്ചു തരപ്പെട്ടതാണ്. എന്നെ ഞാനാക്കി മാറ്റിയത് യാത്രയാണ്. അപ്പൊ നമ്മളിലും യാത്രയുണ്ടാകണം. അത്തരമൊരു വല്ലാത്ത യാത്രയായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു വേളയാണ് ഹജ്ജിന്റെ യാത്ര എന്ന് പറയുന്നത്. അത് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. അതായത് ഏതോ ഒരു ഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടിയിരുന്ന നിന്നെ വലിയൊരു സമൂഹത്തിന്റെ ഇടയിലേക്ക്, വ്യത്യസ്ത സംസ്കാരങ്ങൾക്കിടയിലേക്ക്, വ്യത്യസ്ത സ്വഭാവമുള്ളവർക്കിടയിലേക്ക് നീ എന്നൊരു വ്യക്തിയെ അവിടെ കൊണ്ടുപോയി അള്ളാഹു ചേർക്കുന്നതിലൂടെ ഏതോ ഒരു നാട്ടിൽ ജീവിച്ചിരുന്ന നിന്നെ ഒരു വിശ്വ പൗരനാക്കി അള്ളാഹു മാറ്റുകയാണ്. ഹജ്ജിന് പോകുന്ന മനുഷ്യൻ പിന്നീട് മാറുന്നത് ഒരു വിശ്വ പൗരനായിക്കൊണ്ടാണ്. ആ ഹജ്ജിലേക്ക് നിങ്ങളെ വിളിക്കണതാരാണ്? ലോകം കണ്ട ഏറ്റവും വലിയ സഞ്ചാരിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. സഞ്ചാരിയായിരുന്നു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് വിളിക്കാൻ പറയുന്നുണ്ട്. ഇബ്രാഹിം ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ നിന്ന്, ഒരു ചെറിയ ഗ്രാമമാണ്, അന്നത് പട്ടണമാണ്. ഇന്ന് നമുക്ക് ഇറാഖിൽ പോയവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാകും, ഊർ ഒരു ഗ്രാമാന്തരീക്ഷമാണ്. അവിടെ നിന്ന് മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരിയായ ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടെ നിന്ന് തിരിച്ച് ഫലസ്തീനിലേക്ക് ബൈത്തുൽ മഖ്ദസ് പുതുക്കിപ്പണിയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടെയാണ് അവിടുത്തെ വഫാത്ത്. ഇന്നും ഫലസ്തീനിൽ ചെന്നാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കെട്ടി ഉയർത്തിയ മനോഹരമായ മഖ്ബറ നമുക്ക് കാണാൻ കഴിയുന്നത്. ഖലീലുല്ലാഹി വലിയ സഞ്ചാരിയായിരുന്നു. ആ സഞ്ചാരിയായ ഇബ്രാഹിമിനോട് അള്ളാഹ് പറയാൻ, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി വിളിക്കാൻ പറയാണ് ജനങ്ങളെ. യഅതൂക റിജാലൻ, കാൽനടയായി ജനങ്ങൾ മക്കത്തേക്ക് വരും. ഏതൊക്കെയോ മൂലകളിൽ നിന്ന് വാഹനം കയറിയും മക്കയിലേക്ക് ആളുകൾ വരുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ യഅതൂക, നിങ്ങളിലേക്ക് വരും. ഇബ്രാഹിമിലേക്ക് വരും എന്നാ പറയണേ. ഹജ്ജിന് പോകുന്ന ഓരോരുത്തരും യാത്ര ചെയ്യുന്നത് ഇബ്രാഹിമിയൻ ഓർമ്മകളിലേക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും കുടുംബവുമില്ലാതെ ഒരു ഹജ്ജില്ല, ഒരു ഉംറയില്ല. ആ പുണ്യഭൂമിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഇബ്രാഹിമിയൻ സ്മരണയിലേക്കായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ. അത് കേവലം ഒരു യാത്രയല്ല, അത് ഇബ്രാഹിമിയൻ സ്മരണ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരുന്ന തവക്കുലിന്റെ യാത്രയാണ്. ഒരുപാട് ധാരണകളെ മാറ്റിത്തീർക്കുന്ന യാത്രയാണ്. നമ്മളിപ്പോ അവിടെ ചെല്ലുന്ന സമയത്ത് തൽബിയത്ത് പറയാറുണ്ടില്ലേ? ഇക്കൂട്ടത്തിൽ ഹജ്ജിന് പോയവരൊക്കെ ധാരാളം ഉണ്ടാകും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. 2 തവണ പറയുന്നു, പടച്ചോനെ ഞാനിതാ ഉത്തരം ചെയ്തു. ഒരു വലിയ പോലീസ് ഓഫീസർ ഇന്നാലിന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ കീഴ് ജീവനക്കാരൻ യെസ് സർ അല്ലേ? ഒരു വിധേയത്തിന്റെ വർത്തമാനാണത്. അള്ളാഹ്ക്ക് വിധേയപ്പെടുന്നത് പോലെ ലബ്ബൈക്, ഞാനിതാ ഉത്തരം ചെയ്തു. കേവലം ഒരു പറച്ചിലിനപ്പുറം ഹൃദയം കൊണ്ടുള്ള ഉത്തരം ചെയ്യലായി മാറുമ്പോൾ ആ ഹജ്ജിന്റെ മഹത്വം അത് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് മുഴുവൻ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ആ പുണ്യഭൂമിയിലേക്ക്. അതാണ് ആ പുണ്യഭൂമി മക്കത്തുൽ മുക്കറമ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക.
ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം മക്കത്തെ പരിശുദ്ധമായ കഅബ ഷരീഫാണ്. അതിനെ അള്ളാഹ് വിശേഷിപ്പിച്ചത് ബക്ക എന്നാണ്. മക്ക എന്നല്ല, മക്കയെ അള്ളാഹ് വിശേഷിപ്പിക്കുന്നത് ബക്ക എന്നാണ്. എന്താണ് ഈ ബക്ക? എല്ലാ അധികാരങ്ങളെയും, എല്ലാ അഹങ്കാരങ്ങളെയും, എല്ലാ സമ്പന്നതയെയും തകർത്ത് കളഞ്ഞ് നീ എല്ലാ മനുഷ്യരെയും പോലെ ഒരു അടിമ മാത്രമാണെന്ന് സ്ഥാപിക്കുന്ന ഇടമാണ് ബക്ക. മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ബക്കയിലേക്കാണ് പോണത്. നിന്റെ അധികാരം അവിടെ വിലപ്പോകില്ല, നിന്റെ സമ്പന്നത അവിടെ വിലപ്പോകില്ല. അവരെപ്പോലെ നീയും ഒരു വെറും അടിമ മാത്രമാണ് എന്നുള്ള ബോധ്യത്തിൽ വരുമ്പോഴാണ് ബക്കയെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുക എന്ന് പരിശുദ്ധ ഖുർആൻ. ഫീഹി ആയാതും ബയ്യിനാത്ത്, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട് എന്നാണ്. അതായത് നമ്മുടെ ധാരണകളെ മാറ്റി തീർക്കുന്ന ഒരിടാണ് യഥാർത്ഥത്തിൽ മക്ക എന്ന് പറയുന്നത്. ചില വീഡിയോസുകളൊക്കെ കാണുമ്പോൾ സങ്കടം വരാറുണ്ട്. ചിലർ പറയും തല താഴ്ത്തി ചുംബിച്ചാൽ ശിർക്ക്. തല താഴ്ത്തി ചുംബിച്ചാൽ ശിർക്ക്. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഈ മനുഷ്യന്മാർക്ക് മനസ്സിലായില്ലല്ലോ. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു കറുകറുത്ത കല്ലിരിപ്പുണ്ട്. വെളുത്ത കല്ലായിരുന്നു. നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുവാങ്ങി കറുത്തുപോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ആ കല്ലിനെ ചുംബിക്കണം എന്നാണ് അല്ലേ? ആ കല്ലിനെ ചുംബിക്കാത്ത മനുഷ്യനാരാ? അവിടെ പോകുമ്പോ നേരെ ഒന്ന് ചുംബിക്കലല്ല, ഒന്ന് തല താഴ്ത്തിയാണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത്. ആ തിരക്കിനിടയിൽ ഇടിച്ച് തള്ളി മാറ്റി മറ്റുള്ളവരെ ദ്രോഹിച്ചൊന്നും പോയി ചുംബിക്കേണ്ട ആവശ്യമില്ല. നിനക്കങ്ങോട്ട് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ആ കയ്യൊന്ന് ഇശാറത്താക്കിയിട്ട് ഒന്ന് മുത്തുകയെങ്കിലും വേണമെന്നാണ്. ദൂരെ നിന്ന് ഇങ്ങനെ എന്താ അവിടെ ശിർക്ക് വരാത്തത്? ഒരു കരിങ്കല്ലല്ലേ മനുഷ്യരെ? അപ്പൊ ശിർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതൊന്നുമല്ല. അവിടെ ആരും അല്ലാഹു ആക്കുന്നില്ല കല്ലിനെ, ഒരു മഹാനെയും ആരും അല്ലാഹു ആക്കുന്നില്ല. സ്വാലിഹീങ്ങളുടെ കൈ ചുംബിക്കല് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം സ്വഹാബത്ത് ചുംബിച്ചിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളില്ലേ? അപ്പൊ ചുംബിച്ചത് കൊണ്ടൊന്നും ശിർക്ക് വരൂല, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. പിന്നെ അവിടെ ഉണ്ട് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം മഖാമിന്റെ അടുക്കൽ 2 റക്അത്ത് നിസ്കരിക്കണം. എന്താ ഇബ്രാഹിം മഖാം? ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞ എന്താ? അവിടെ ഉള്ളത് എന്താ? അതിന്റെ അകത്ത് ആ ചില്ലും കൂട്ടിലുള്ളത് ഇബ്രാഹിം നബിയുടെ കാൽപാദാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പുതുക്കി പണിയുമ്പോൾ ഒരു കല്ലുണ്ടായിരുന്നു താഴെ. ആ കല്ല് ലിഫ്റ്റായിട്ട് പ്രവർത്തിച്ചു. ആ കല്ലിൽ കയറി നിൽക്കും, ഒരു കല്ല് കയ്യിലെടുക്കും, ആ കല്ലിങ്ങനെ പതിയെ ഒരു ലിഫ്റ്റ് പോലെ ഉയർന്നു വരും. ആ മറ്റേ കല്ല് കൊണ്ടുപോയി അവിടെ മുകളിൽ സ്ഥാപിക്കും. അങ്ങനെ ലിഫ്റ്റായിട്ട് പ്രവർത്തിച്ച ഒരു കല്ലിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. അതൊരു ചില്ലും കൂട്ടിലിട്ട് വെച്ചേക്കാം. അവിടെ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. ശിർക്ക് വന്നില്ലേ? ഇതൊന്നും അല്ല ശിർക്ക്, അതൊക്കെ ബഹുമാനത്തിന്റെ ഭാഗമാണ്. ശിർക്ക് എന്താണെന്ന് തിരിച്ചറിയാതെ പോയതാണ് ഉമ്മത്ത് ഇത്രയും നശിച്ചു പോകാൻ കാരണം. അല്ലാഹു നമ്മളെ ഹക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഈ ആദരവും ബഹുമാനവും ഇല്ലാത്ത മനുഷ്യര് ഹജ്ജിന് പോയാൽ അത് ഹജ്ജാകൂല. എല്ലാവർക്കും ഹജ്ജ് കിട്ടൂലല്ലോ. അതല്ലേ നമ്മൾ മുമ്പ് മുഫസ്സിരികൾ ഇബ്നു അജീബ തങ്ങളെ അടക്കം ഉദ്ധരിച്ചിട്ട് പറഞ്ഞൊരു സംഗതി ഇല്ലേ? എല്ലാവരും പോകുന്നത് അള്ളാന്റെ വിളി കേട്ടിട്ടല്ല, ശൈത്വാന്റെ വിളി കേട്ട് പോകുന്നവരുണ്ട്. അപ്പൊ നമ്മൾ പോകുമ്പോ അല്ലെങ്കിൽ നമ്മിൽ നിന്ന് പോയവരൊക്കെ റബ്ബിന്റെ വിളി കേട്ട് പോകുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവില്ലാതെ ഹജ്ജില്ല. അതായത് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ആ ഒരു കുടുംബം, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ആ ഒരു കുടുംബത്തിന്റെ സ്മരണയിലാണ് ഹജ്ജ്. ആ സ്മരണയില്ലാതെ, ആ സ്മരണ ഒരു ശിർക്കാണ് എന്നുള്ള ചിന്തയിൽ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അത് വെറും കോപ്രായം, ഒരു സ്പോർട്സ് പരിപാടിക്ക് പോയതുപോലെ നിങ്ങൾക്ക് തിരിച്ചു വരാമെന്നതിലപ്പുറം നിങ്ങൾക്ക് അള്ളാഹുവിനെ കിട്ടൂല. നിങ്ങളുടെ കൽബിൽ ഈമാൻ ഇല്ലാതെ വെറും കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് അവിടെ നിന്ന് അള്ളാഹുവിന്റെ ശാപം വാങ്ങി തിരിച്ചു പോകേണ്ടി വരുന്നവരാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചരിത്രത്തെ ഇത്രമേൽ നമുക്ക് ഭംഗിയായി നോക്കിക്കാണാൻ കഴിയുന്ന ഒരു സ്ഥലം വേറെ ഏതാണ്? അവിടെ ഒരു പ്രവാചകന്റെ കുടുംബം, ആ പ്രവാചകന്റെ സ്മരണകൾ അതിങ്ങനെ നിറഞ്ഞു നിൽക്കാൻ. സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം തന്റെ കുടുംബത്തെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആർക്കാണ്, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ. പടച്ചോനെ, എന്റെ കുടുംബത്തെ ഞാനിത് എവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കാൻ? ഏതാണ് ഗൈരി ദീ സറഅ? ഒരു പുല്ല് പോലും മുളക്കാത്ത നാട്ടിലാണ് ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കണേ. ഒരു മനുഷ്യക്കുഞ്ഞില്ല ഇവിടെ. വെറും ഒരു മരിക്കാട്ടിൽ കൊണ്ടുവന്ന് തന്റെ കുടുംബത്തെ താമസിപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ ഹറമിന്റെ അടുക്കൽ, നിന്റെ കഅബാലയത്തിന്റെ അടുക്കലാണ് താമസിപ്പിച്ചത്. എന്തിനാ? റബ്ബന ലിയുഖീമസ്സലാ, നിസ്കാരം നിലനിർത്താൻ വേണ്ടി, സംസ്കാരമുള്ളവരാകാൻ വേണ്ടി, നിസ്കരിച്ച് സംസ്കാരം ഉണ്ടാകാൻ വേണ്ടി. ഈ ആയത്ത് വെച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, മുസ്ലിംകൾ ഒരു താമസ സൗകര്യം നോക്കുമ്പോൾ എപ്പോഴും പള്ളിയോടടുത്ത് ഒരു വീടെടുക്കൽ വളരെ നല്ലതാ. എന്തിനാ? ബാങ്ക് കേട്ട് വേഗം പള്ളിയിലേക്ക് ഓടിപ്പോകാനാ. ഏറ്റവും വലിയ സങ്കടം, പള്ളിയുടെ അടുത്ത് വീട് വെച്ചവര് നിസ്കരിക്കാൻ വരല് വളരെ കുറവാണ് അല്ലേ?
ഇപ്പൊ നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി, നമ്മളിലേക്ക് നോക്കിയാൽ മതി, വേറെ ആരിലേക്കും നോക്കണ്ട. നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് നിന്ന് താമസിക്കുന്ന വീടുകളിൽ നിന്ന് എത്ര പേര് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നുണ്ട്? ദൂരെ നിന്ന് ചിലപ്പോൾ വണ്ടിയൊക്കെ എടുത്ത ആളുകൾ വരും. നമ്മള് പള്ളിയുടെ അടുത്ത് വീട് വെക്കും, എന്നിട്ട് സുബഹിക്ക് കിടന്നുറങ്ങും. എന്തിനാ പണിയെന്ന്? അപ്പൊ പള്ളിയുടെ അടുത്ത് വീട് വെക്കുന്നത് നിങ്ങൾ സംസ്കാര സമ്പന്നരാകാൻ, അള്ളാഹുവിന്റെ പള്ളിയുമായി എപ്പോഴും ബന്ധമുണ്ടാകാൻ, നിസ്കാരം കൃത്യമായി നിലനിർത്താൻ, അതിലൂടെ ഒരു സംസ്കൃതി രൂപപ്പെട്ടു വരാൻ വേണ്ടിയിട്ടാണെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം ആ ദുആഇനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയാൻ. എന്നിട്ട് ദ്വാരക്കുന്നുണ്ട്, ഒരു പ്രവാചകരെ നീ നൽകണേ അല്ലാ എന്റെ പരമ്പരയിൽ, ലിയുസക്കീഹിം, എന്തിനാ? ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മുഅ്മിനിന്റെ സ്വഭാവം, അതായത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയുന്നത്, വിശ്വാസി എപ്പോഴും സംസ്കാരമുള്ളവനാണ്. സൂറത്തുൽ നൂറിൽ അല്ലാഹ് പറയുന്നില്ലേ, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഒരു മനുഷ്യൻ അല്ലാഹ് ഇസ്ലാം കൽബിലേക്ക് കൊടുത്താൽ അവന്റെ ഹൃദയം ഇങ്ങനെ പ്രകാശിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. കൽബിൽ പ്രകാശം. അതിൽ നമ്മൾ കശ്മീരിൽ അന്ന് ആ തീവ്രവാദ ആക്രമണമൊക്കെ ഉണ്ടായപ്പോ മതം നോക്കാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് ഓടി നടന്ന് സ്വജീവൻ പോലും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്ന മുസ്ലിം നാമധാരികളെ, അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള കുട്ടികളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരുടെ കൽബിൽ ആ നൂറുള്ളത് കൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവരെ കൊല്ലാക്കൊല ചെയ്യാൻ വന്നവന് പേര് കേവലം മുസ്ലിം പേരുണ്ട് എന്നതൊഴിച്ചാൽ അവന്റെ കൽബിൽ ഇസ്ലാമില്ല. അവനെ ഒന്ന് മുഅ്മിനായി മുസ്ലിമായി പോലും പരിഗണിക്കാൻ പറ്റൂല എന്നാണ് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. അള്ളാഹു കൃത്യമായി ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മുടെ കൽബൊന്ന് വികസിക്കണം. നീ വലിയ പണക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ അധികാരിയാണ്, എനിക്ക് സമ്പന്നതയുണ്ട്, അല്ലെങ്കിൽ എന്റെ മുമ്പിൽ ആളുകൾ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നുണ്ട്, ആ മൈൻഡോടുകൂടെ ഹജ്ജിന് പോയാൽ ഒരു കഥയില്ല. അവിടെ ചെല്ലുമ്പോഴേക്ക് നിന്റെ മുഴുവൻ അഹങ്കാരവും ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് പോണം. ആ ഹജ്ജിന് വേണ്ടി പടച്ചോൻ അങ്ങോട്ട് കൊണ്ടുവരണത് എന്തിനാ? നിന്റെ കൽബിലുള്ള ഞാനെന്ന ഭാവത്തെ തകർത്ത് കളയാനാണ്. അത് തകരാതെ തിരിച്ചു വരികയാണെങ്കിൽ ആ ഹജ്ജ് ഒരിക്കലും ഫലം ചെയ്യൂല. അവിടുന്ന് ആ ഞാനെന്ന ഭാവത്തെ തകർത്ത് ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണെന്നുള്ള ബോധ്യത്തിൽ തിരിച്ചു വന്നാൽ ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ പരിശുദ്ധനാണെന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് അറഫയും കഴിഞ്ഞ് ബലിപെരുന്നാളിന്റെ അന്ന് അറഫ ഭൂമിയിൽ വെച്ചുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്, ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം. നമ്മളൊക്കെ ഒരുപാട് കേട്ടതാണ്. സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബ ഈ ദിവസം ഏതാണ്? യൗമുൻ ഹറാം, പരിശുദ്ധമായ ദിവസമാണ് നബിയെ. ഈ ഭൂമി ഏതാണ്? ബലദുൻ ഹറാം, പരിശുദ്ധമായ ഭൂമിയാണ് നബിയെ. ഇതേതാണ് മാസം? ഷഹ്റുൻ ഹറാം, പരിശുദ്ധമായ മാസമാണ് നബിയെ. എങ്കിൽ ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാലക്കും അലൈക്കും ഹറാം. എങ്കിലും ഞാൻ പറയട്ടെ, ഈ ഭൂമിയെ തന്നെ സാക്ഷി നിർത്തി പറയാണ്, നിങ്ങൾ ഓരോരുത്തരുടെയും രക്തം, ഓരോ മനുഷ്യന്റെയും സമ്പത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ്, നിഷിദ്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഓരോ മനുഷ്യന്റെയും അഭിമാനം നിങ്ങൾക്ക് ഹറാമാണ്. ഈ ഭൂമി എങ്ങനെയാണോ അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധമാക്കിയത്, അതുപോലെ ഓരോ മനുഷ്യന്റെയും രക്തവും അഭിമാനവും സമ്പത്തും പരിശുദ്ധമാണ്, നിങ്ങൾക്കത് നിഷിദ്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇന്ന് ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? മനുഷ്യത്വമില്ലായ്മയാണ്. മനുഷ്യനായി പരിഗണിക്കപ്പെടാത്തതാണ്. മനുഷ്യത്വത്തെ ചവിട്ടിയറക്കുക, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളാണെന്ന് പോലും നോക്കാതെ ക്രൂരമായി കൊന്നുകളയുന്ന കാഴ്ച ഇന്ന് ലോകത്ത് നമ്മൾ കാണുകയല്ലേ. അവിടെ നിന്നുകൊണ്ട് 1400 വർഷത്തിനപ്പുറം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വാക്ക് നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ വരണം. ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഈ 2 ദിവസം മുമ്പും ഫലസ്തീനിൽ ഗസയിൽ വീണ്ടും ആക്രമണമുണ്ടായി. കുഞ്ഞുമക്കൾ പോലും വധിക്കപ്പെടുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ഒരു ജനത ഇന്ന് ഈ ലോകത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അത് ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളാണ്. എത്രമാത്രം ക്രൂരമായി അവർ വേട്ടയാടപ്പെടുകയാണ്. ഈ സമയത്തും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട്, ഈ യുണൈറ്റഡ് നേഷൻ ഒക്കെ എന്തിനിരിക്കുകയാണ്? കേവലം ഒരു കടലാസ് സംഘടന പോലെ പ്രവർത്തിക്കുകയാണോ ഇന്ന് യുണൈറ്റഡ് നേഷൻ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചൊരു വാക്കാണ്, ഗോ ടു അമാലേക്ക്, ഡിസ്ട്രോയ് them all. അമാലേക്കിലേക്ക് പോകണം, ഡിസ്ട്രോയ് them all, എല്ലാത്തിനെയും കൊന്നുകളയണം. men, women, children and infants, പാല് കുടിക്കുന്ന മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും നിഷ്ഠൂരമായി കൊന്നുകളയണം. സാമുവേൽ അധ്യായം 15:3 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അമാലേക്കിലേക്ക് പോയി മുഴുവൻ ആളുകളെയും കൊന്നുകളയണമെന്ന് പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യം കാണാം.
ബനു ഇസ്രായേലികളുടെ ചരിത്രം പറയുന്നിടത്ത് അമാലേക്കുകൾ എന്ന് പറയുന്ന ദൈവനിഷേധികളായ ഒരു വിഭാഗമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു വിഭാഗത്തെ പറയുന്നില്ലെങ്കിലും ബിബ്ലിക്കൽ റിഫറൻസുകളിൽ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ കടന്നു ചെന്ന് നിഷ്ഠൂരമായി പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും കൊന്നുകളയണമെന്നാണ്. ആ വാക്കിനെ അനുസരിച്ചു കൊണ്ടാണോ എന്നറിയില്ല, നിരന്തരം അവിടെ ചെറിയ കൈക്കുഞ്ഞുങ്ങളെപ്പോലും കൊന്നുകളയുന്ന കാഴ്ച. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒരു കുഞ്ഞ് കയ്യിൽ പേരെഴുതിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അവനോട് അൽ ജസീറയുടേതാണെന്ന് തോന്നുന്നു ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട്, മോനെ എന്തിനാണ് കയ്യിൽ ഇങ്ങനെ പേരെഴുതിയിട്ടുള്ളത്? അത് ഇസ്രായേലികൾ ബോംബിടുമ്പോ ഞാനിങ്ങനെ ചിന്നിച്ചെതിറി തെറിച്ചു പോകുമ്പോ എന്റെ ഉമ്മാക്ക് എന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, എത്രമാത്രം ക്രൂരമായി വേട്ടയാടപ്പെടുകയാണ് ആ ജനത. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടെ നിന്നുകൊണ്ട് നമ്മളോട് ഓർക്കാൻ പറയുകയാണ്, 1400 കൊല്ലങ്ങൾക്കപ്പുറം ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ ചോര, നിങ്ങളുടെ രക്തം അന്യായമായി ഹനിക്കുന്നത് നിഷിദ്ധമാണ് ഈ പരിശുദ്ധ ഭൂമിയുടെ പുണ്യം പോലെ എന്ന് പഠിപ്പിച്ച സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഓരോ മനുഷ്യന്റെയും അഭിമാനം. ഫഇന്ന അഅറാലക്കും, നിങ്ങളുടെ അഭിമാനം, ഒരു മനുഷ്യന്റെയും അഭിമാനത്തെ ഹനിക്കാൻ പാടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ പട്ടാള മേധാവികളിൽ ഒരാളായ സോഫിയ ഖുറൈഷിക്ക് നേരെ തീവ്രവാദിയുടെ അല്ലെങ്കിൽ ഭീകരവാദിയുടെ സഹോദരിയാണ് എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം പേരുള്ളത് കൊണ്ടാണ്. ഇവനെയൊക്കെ മന്ത്രിയായി വെച്ചുകൊണ്ടിരിക്കുന്നത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. അവരോടൊരു ഒരു എക്സ്പ്ലനേഷൻ പോലും ചോദിക്കുന്നില്ല. രാജ്യസ്നേഹികൾ, അതിങ്ങനെ കോമയിൽ വായിക്കണം, രാജ്യസ്നേഹികൾ. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയിരുന്നവർ ഇന്ന് രാജ്യസ്നേഹികളായി ഉച്ചയിസ്തരം പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ യഥാർത്ഥ രാജ്യസ്നേഹികളെ ഭീകരവാദികളായി മുദ്രകുത്തുന്ന കാലഘട്ടം. ഓരോ മനുഷ്യന്റെയും അഭിമാനത്തിന് വിലയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹ്. ഞാനിങ്ങനെ ഓർക്കുന്നത് UN-ന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. 1948 UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതിന്റെ പ്രയാമ്പിൾ ഇങ്ങനെ വായിക്കാം: The inherent dignity and equal rights of all human beings is essential for freedom, justice and peace. ലോകത്ത് സമാധാനം വേണോ? പരസ്പരം മനുഷ്യാവകാശത്തിന് വില കൊടുക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാകുന്നതാണ്. പരസ്പരം മനുഷ്യന് കിട്ടേണ്ട ഒരു അംഗീകാരം, മനുഷ്യനായി പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഈ ഹജ്ജിലേക്ക് യാത്ര ചെയ്യുമ്പോ, ഹജ്ജിന്റെ അമാലുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ഒരു തുള്ളിയായി മാറുന്ന സമയത്ത് പരസ്പരം മനുഷ്യനായി പരിഗണിക്കുന്ന ഒരു ബോധ്യം. ഞാനും എൻ്റെ റബ്ബിന്റെ അടിമയായ ഒരു മനുഷ്യൻ മാത്രമാണ്, എന്നിലുള്ള എല്ലാ ഈഗോയെയും മാറ്റിവെക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമാണ്. ആ ബോധ്യത്തിൽ തിരിച്ചു വരുമ്പോഴാണ് അത് ഹജ്ജായി മാറുക എന്നുള്ളത് പഠിപ്പിച്ചു തരുന്നുണ്ട് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുണ്യഭൂമിയിലേക്ക് അതിനു വേണ്ടിയാണ് പോകേണ്ടത്. വമൻ ദഖലഹു കാന ആമിന. ആ പുണ്യഭൂമിയിലേക്ക് നിങ്ങൾ കടന്നാൽ നിങ്ങൾ പിന്നെ സുരക്ഷിതരാണ്, നിർഭയത്വമുള്ളവരാണ്. അവിടെ നിന്നൊരു പുൽനാമ്പ് പറിച്ചെടുക്കാൻ പാടില്ല, ഒരു മൃഗത്തെ കൊല്ലാൻ പാടില്ല, സ്വന്തം ബാപ്പയെ കൊന്നവനെ അവിടെ വെച്ച് കണ്ടാൽ പോലും പകരം ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പുണ്യഭൂമിയാണ്, അമ്നുള്ള പ്രദേശമാണ് മക്കത്തുൽ മുക്കറമ. പരിശുദ്ധ ഖുർആൻ പറയാം ആ പുണ്യഭൂമി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയാ, വമൻ ദഖലഹു കാന ആമിന. 2 ലോകത്തും സുരക്ഷിതരാണ്, ദുനിയാവിലും സുരക്ഷിതരാണ്, ആഖിറത്തിലും സുരക്ഷിതരാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ ഹജ്ജും ഹജ്ജല്ല. ഹജ്ജ് ഹജ്ജായി മാറിയാൽ ദുനിയാവിലും ആഖിറത്തിലും അവന് സുരക്ഷിതത്വമുണ്ട്. കേവലം ഹാജിയാർ എന്ന പട്ടം കിട്ടാൻ വേണ്ടി ഹജ്ജിന് പോയത് കൊണ്ട് കാര്യമില്ല. അതിലൂടെ അള്ളാഹുവിന്റെ ശാപം വാങ്ങലല്ലാതെ ഒന്നും നമുക്ക് നേടാനില്ല. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ. ശരിക്ക് ശ്രദ്ധിക്കണം, കഴിവുള്ളവര് എത്രയും പെട്ടെന്ന് ഹജ്ജിന് പോകണം എന്നാണ്. വയസ്സാകാനൊന്നും കാത്തിരിക്കരുതേ. ഒരു 10-20 വയസ്സാകട്ടെ, പ്രായമായി ഒന്ന് എഴുന്നേക്കാൻ വയ്യാതാകുമ്പോ പോകേണ്ട സംഗതിയൊന്നുമല്ല ഹജ്ജ്. നല്ല ആരോഗ്യമുള്ളപ്പോ ഹജ്ജിന് പോകാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോകണം. അത് വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും ശരി, പോയി വരുമ്പോ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ആ പോകുന്ന കാലാവധിക്കുള്ള ആ ഒരു കാലഘട്ടത്തിന്റെ ഇടയിൽ തന്റെ കുടുംബത്തിന് വാടക കൊടുക്കാനുള്ള സംഗതിയൊക്കെ ഉണ്ടായാൽ മതി. ഭാവി എന്താകുമെന്ന് ചിന്തിച്ചിട്ട് ഹജ്ജിന് പോകാതിരിക്കണ്ട. മക്കളെങ്ങനെ കെട്ടിക്കും? ഇപ്പൊ നമുക്ക് ഹജ്ജിന് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇനി മക്കളെ കെട്ടിക്കാനുള്ള പൈസ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പാടില്ല. ഹജ്ജിന് പോകേണ്ട ആ ഒരു ബാധ്യത വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോവാ. എന്നിട്ട് പടച്ചോൻ പറയണത് വമൻ കഫറ, കാഫിറായാൽ. ഞാൻ കർമ്മശാസ്ത്രപരമായ കുഫർ പറയല്ല, എന്നാലും ഈമാനോടുകൂടെ മരിക്കാൻ പറ്റൂല അവസരം കിട്ടിയിട്ടും ഹജ്ജ് ചെയ്യാത്ത മനുഷ്യന്. അത് ഹദീസിൽ നിന്ന് വായിച്ചെടുക്കാം. സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ പ്രായം ചെന്ന ആളുകളൊക്കെ, വയ്യാത്ത ആളുകളൊക്കെ ഹജ്ജിന് പോയി ആ തിരക്കിന്റെ ഇടയിൽ പെട്ട് വല്ലാത്ത പ്രയാസമാണ്. പോയവർക്കറിയാത്.
വല്ലാതെ നമ്മൾ ആ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ട് ചില ആളുകൾ പറഞ്ഞു പോവും, ഇങ്ങനെയാണ് എനിക്ക് വരണ്ടായിരുന്നു, ഇത്ര ഇടങ്ങേറാണെങ്കിൽ ആ പറച്ചിലോടുകൂടെ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എന്തിനാണ് പണിക്ക് നിൽക്കുന്നത്? നല്ല ആരോഗ്യമുള്ള സമയത്ത് പോകാൻ അവസരം കിട്ടിയാ പോവാ. അത് പഠിപ്പിക്കുന്നില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നിട്ട് പുണ്യനബി പറയുന്നുണ്ട്, ഒരാൾക്ക് ഹജ്ജിന് അവസരം ഉണ്ടായി, ഒരാൾക്ക് അവസരം ഉണ്ടായി, എന്നിട്ടും അവൻ പോയില്ലെങ്കിൽ ഫൽയമുത് ഇൻ കാന യഹൂദിയൻ ഔ നസ്റാനിയ, അവൻ ഒന്നുകിൽ ജൂതനായിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടോ മരിച്ചു പോണതാണ് നല്ലത്. ഹജ്ജിന് അവസരം ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യാതെ അവനങ്ങ് മരിച്ചു പോയാൽ അവൻ മുസ്ലിമായി മരിക്കൂലേ? അവൻ ഒന്നുകിൽ ജൂതനായോ ക്രിസ്ത്യാനിയായോ മരിച്ചു പോയിക്കോട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം എത്രയാണ്. ഇപ്പൊ കേവലം ഞാനൊരു ഹജ്ജ് ചെയ്തു, ഒരു ഹാജിയാരായി എന്ന് അറിയിക്കാനല്ല, അതൊരു സമർപ്പണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യാത്ര ഇലാഹിലേക്കുള്ള യാത്രയാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര പൂർത്തിയാകണമെങ്കിൽ ആ സ്വാലിഹീങ്ങളിലൂടെ തന്നെ, ഇബ്രാഹിമിന്റെ കുടുംബത്തിലൂടെ അലൈഹി വസ്സലാം, ആ കുടുംബത്തിലൂടെ തന്നെ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യണം. അല്ലാതെ പോയി കുറെ ഓടി നടന്നു വന്നത് കൊണ്ടൊന്നും ഹജ്ജ് ആവൂല എന്നാണ്. അത് പഠിപ്പിക്കുന്നില്ല എത്ര കൃത്യമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മുമ്പിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഒരു മനുഷ്യന് കഴിഞ്ഞില്ല, അതിനുവേണ്ടിയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി, അയാൾ മരിച്ചുപോയി എങ്കിൽ ആദ്യം അവന്റെ അനന്തരാവകാശത്തിൽ നിന്ന് മറ്റു ബാധ്യതകളൊക്കെ വീട്ടുന്നതോടൊപ്പം ഹജ്ജും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വരുന്നുണ്ട്, നബിയെ, എൻ്റെ ഉമ്മ മരിച്ചുപോയി, എൻ്റെ ഉമ്മക്ക് ഹജ്ജ് ചെയ്യണമെന്ന് നേർച്ചുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഹജ്ജി അൻഹ, ആ ഉമ്മക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്യണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മതി വീതം വെപ്പൊക്കെ. വാപ്പാക്ക് ഹജ്ജ് നിർബന്ധമായ അവസ്ഥ ഉണ്ടായിരിക്കെ വാപ്പ മരിച്ചു പോയതാണെങ്കിൽ ആ സ്വത്ത് വീതം വെക്കണതിന് മുമ്പ് വാപ്പാടെ ഹജ്ജ് അങ്ങ് പൂർത്തീകരിക്കണം. വമൻ കഫറ, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈമാനോടുകൂടെ മരിക്കാൻ പറ്റൂലെന്ന് പരിശുദ്ധ ഖുർആനും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നടത്തം പോലും അറഫയില്, മിനയില്, മുസ്ദലിഫയില്, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് ഓടിപ്പോകാൻ തോന്നാണ്. വല്ലാത്തൊരു കൊതി, പോയാലും മതി തീരാത്ത കൊതി തീരാത്ത നാടാണ് മക്കത്തുൽ മുക്കറമയും പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി മക്കയിൽ കൊണ്ടുവന്നിങ്ങനെ ഹാജറ ബീവിയെയും തൻ്റെ കൈക്കുഞ്ഞായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇങ്ങനെ താമസിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നൊരു ഘട്ടം വളരെ മനോഹരമായിട്ട് പരിശുദ്ധ ഖുർആനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോരാൻ അപ്പൊ ഹാജർ റളിയല്ലാഹു അൻഹ പിന്നാലെ ഓടിച്ചെല്ലുന്നുണ്ട്, ഇബ്രാഹിം അയ്ന തദ്ഹബ്, എങ്ങോട്ടാ അങ്ങ് പോകുന്നത്? ഇവിടെ ഒരു മനുഷ്യനില്ല, ഒരു ജന്തുക്കളിലൊന്നു പോലും ഇവിടെ ഇല്ല. ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത ഈ മരുക്കാട്ടിൽ ആരാരും തുണയില്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങളെ തനിച്ചാക്കി പോവാണോ? അയിനത്തത് അങ്ങ് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇബ്രാഹിം നബിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റണില്ല. അള്ളാന്റെ തീരുമാനം അങ്ങനെയാണ്, അതനുസരിക്കുക, അതിൽ ഞാൻ തൃപ്തിപ്പെടുകയാണ്. പക്ഷെ ഭാര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു വൈകാരികതയിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ പൊട്ടിപ്പോകും, മനുഷ്യനാണല്ലോ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കുന്നില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം പല ആവർത്തി ഇങ്ങനെ വിളിക്കാൻ. അവസാനം ചോദിക്കാൻ, അല്ലാഹു അമറക ബിഹാദാ, നിങ്ങൾ ഈ ചെയ്തത് പടച്ചോൻ പറഞ്ഞിട്ടാണോ? നഅം, തിരിഞ്ഞു നോക്കാതെ തന്നെ പറയാൻ, നഅം. ഖാലത് ഇദൻ ലാ യുദയ്യുനാ, എങ്കിലും ധൈര്യമായിട്ട് പോയിക്കോ, എന്നെയും എന്റെ കുട്ടിയെയും ഞങ്ങളെ തന്നെയും റബ്ബ് നഷ്ടപ്പെടുത്തില്ല, റബ്ബ് പാഴാക്കിക്കളയില്ല, റബ്ബ് കൈവിടില്ല. സയ്യിദത്തുനാ ഹാജർ റളിയല്ലാഹു അൻഹാ. ചിന്തിച്ചു നോക്കണം, ഒരു മനുഷ്യനില്ല, സഹായത്തിന് വിളിച്ചാൽ ഓടിയെത്താൻ ആരുമില്ല, കുഞ്ഞിന് മുലപ്പാല് വറ്റിപ്പോയാൽ കൊടുക്കാനായിട്ട് വെള്ളം പോലും ഇല്ല, കഴിക്കാൻ ഭക്ഷണം ഇല്ല, ഒന്നുമില്ലാത്തൊരു ഭൂമിയിൽ നിന്നിട്ട് എന്റെ റബ്ബ് അവിടെ നിർത്താനാണ് പറഞ്ഞതെങ്കിൽ ഇദല്ലാ യുദയ്യുനാ, റബ്ബ് കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യം സയ്യിദത്തുനാ ഹാജർ റളിയല്ലാഹു അൻഹ. ഈ ബോധ്യം ഹജ്ജ് ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും ഖൽബിൽ ഉണ്ടാകണം, ഈ ബോധ്യത്തിൽ പോണം. തന്റെ മുലപ്പാല് പോലും വറ്റിപ്പോയപ്പോ കുഞ്ഞിന് ഇത്തിരി വെള്ളം കൊടുക്കാൻ സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ ഓടിയ ഹാജർ റളിയല്ലാഹു അൻഹ. നമ്മളിപ്പോ കുന്നിന്റെ ഇടയിലൂടെ ഓടുന്നൊരു സംഗതിയൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല. ഇപ്പൊ നല്ല എയർ കണ്ടീഷൻഡ് ഏരിയയാണ്, അത് കുന്നാണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യൂല. പക്ഷെ നടക്കുന്ന നടത്തത്തിൽ ഹാജറ ബീവിയുടെ മനസ്സിലെ തവക്കുലാണ് കടന്നു വരേണ്ടത്. ആ കുന്നിലൂടെ ഇങ്ങനെ ഓടുമ്പോഴും എന്റെ റബ്ബ് കൈവിടൂല എന്നുള്ളൊരു ബോധ്യം. സംസം കുടിക്കുമ്പോഴും ആ തവക്കുൽ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. റബ്ബുൽ ആലമീന്റെ സഹായം അവൻ കൈവിടൂല. ഏത് ഘട്ടത്തിലും ഏതാഴക്കടലിലും ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും എന്റെ റബ്ബ് കൂടെയുണ്ടെങ്കിൽ ഞാൻ തനിച്ചല്ല എന്ന ബോധ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സയ്യിദത്തുനാ ഹാജർ റളിയല്ലാഹു അൻഹ. ആ ഹജ്ജിന് പോകുമ്പോഴും ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അങ്ങനെ നമ്മളെ മൊത്തത്തിൽ സംസ്കരിക്കുന്ന ഒരു യാത്രയാണ് ഹജ്ജ്.
അത് പഠിപ്പിക്കുന്ന സയ്യിദുന വഹബീബുന റസൂലുള്ളാഹ്. അങ്ങനെ പാപങ്ങളൊക്കെ മാറ്റിവെച്ച് തർക്കങ്ങളില്ലാതെ, വല്ലാത്തൊരു സങ്കടം. ചിലപ്പോഴൊക്കെ റൂമിന്റെ അകത്ത് പോയിരുന്നു സംഘടനാ തർക്കങ്ങൾ പറഞ്ഞ് തമ്മി തല്ലുന്ന എത്രയോ ഹാജിയാക്കന്മാരെ കണ്ടിട്ടുണ്ട്. അവിടെയും തർക്കം, എല്ലായിടത്തും തർക്കം. അവിടെ പോയാലും വാട്സപ്പ് യുദ്ധം നടത്തുന്ന ഒരുപാട് ഹാജിമാരുണ്ട്. സുബ്ഹാനല്ലാഹ്. തർക്കങ്ങളില്ലാതെ, പാപങ്ങളില്ലാതെ, ലൈംഗിക വിചാരങ്ങളില്ലാതെ ഒരു മനുഷ്യൻ ഹജ്ജ് പൂർത്തിയാക്കി വന്നാൽ ചെറിയ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ അവൻ പാപസുരക്ഷിതനാണെന്ന് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹ്. എല്ലാത്തിലും അപ്പുറം മൻ ഹജ്ജ ഫലം യസുറുനി ഫഖദ് ജഫാനി. ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് എന്നെ കാണാതെ പോയാൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണെന്ന് സയ്യിദുന റസൂലുള്ളാഹ്. ചിലരൊക്കെ പറയും ഹജ്ജിന് പോയാൽ ഹജ്ജ് ചെയ്തിങ്ങ് പോന്നാ മതി, മദീനത്തോട്ട് പോകണ്ട. മഅദല്ലാഹ്. എന്താടോ നിങ്ങളോട് റസൂലുള്ള ചെയ്ത ക്രൂരത? നീയൊക്കെ ഇന്ന് മുസ്ലിമായി ജീവിക്കുന്നത് ആ മുത്തുനബി വന്നത് കൊണ്ടല്ലേ? ആ ഹബീബ് നിങ്ങളോട് എന്ത് ദ്രോഹാണ് ചെയ്തത്? മൻ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് ഫലം യസുറുനി, എന്നെ സിയാറത്ത് ചെയ്തില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. സ്വഹീഹായ ഹദീസല്ലേ? മുത്തുനബിയോട് പിണങ്ങിയിട്ട് പിന്നെ എന്ത് ഹജ്ജ്, എന്ത് നിസ്കാരം, എന്ത് അമൽ? സയ്യിദുനാ റസൂലുള്ളാഹ്. ആ പുണ്യഭൂമിയിലേക്ക് ചെല്ലുമ്പോ സൂറത്തുൽ ഹുജറാത്തിലെ ഒരു ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ റസൂലുള്ളാഹിനോട് സംസാരിക്കരുത്. നിങ്ങൾ റസൂലുള്ളാഹിന്റെ സവിധത്തിലെത്തുമ്പോൾ ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം ഉയർത്തരുതേ. അതോടെ അച്ചടക്കത്തോടെ മദീനത്ത് നിൽക്കണം. ആ മദീനയുടെ കാറ്റടിച്ച് വീശിയപ്പോ നിൽക്കാൻ കഴിയണില്ല. മുത്തുനബിയുടെ ചിന്തയില് ആമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലതിൻ ബിദമി. റസൂലുള്ളാഹിനെ ഓർത്തോർത്ത് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുക. അവസാനം കണ്ണീരിന് പകരം ചോരയിട്ട് വീണ ഇമാമുൽ ബുസ്വരി റളിയല്ലാഹു അൻഹു ആ മുത്തുനബിയുടെ അടുക്കൽ ചെന്നിട്ട് പറയാൻ പറ്റണം, യാ റസൂലല്ലാഹ്, അങ്ങയെ വല്ലാതെ സ്നേഹിക്കുന്ന നബിയെ. നഅം സറാ തൈഫു മൻ അഹ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഅ്തരിദു ലദ്ദാതി ബിൽ അലമി. ഉറക്കത്തിലും ഉണർവിലും ഒക്കെ എന്റെ മനസ്സിലാരാൻ? ഹബീബായ നബിയെ, അങ്ങാണ്. ആ മുത്തുനബിയുടെ മേൽ സലാം പറയാൻ, സ്വലാത്ത് ചെല്ലാൻ. ചിലപ്പോൾ തട്ടമിട്ട മല്ലാക്കന്മാര് പലതും വന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കും. ജന്നത്തുൽ ബഖീഉം മുഅല്ലയൊക്കെ കാണിച്ചിട്ട് ഇവിടെയൊക്കെ കണ്ടോ പരന്ന് കിടക്കാൻ, ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ, ഇവിടെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളുണ്ടാവും. തിരിച്ചു പറയാൻ പറ്റണം, 1925 വരെ ജന്നത്തുൽ ബഖീഇലും മുഅല്ലയിലും മക്ബറകൾ കെട്ടിപ്പൊക്കിയിരുന്നു. ഖദീജ ബീവിയുടെ മഖാം അത്രമേൽ ഉയരമുണ്ടായിരുന്നു. ജസ്റ്റ് ഗൂഗിൾ ചെയ്തോ, ജന്നത്തുൽ ബഖീഅ, ജന്നത്തുൽ മുഅല്ല ബിഫോർ ഡിമോളിഷൻ. നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ, എല്ലാം കെട്ടിപ്പൊക്കിയിരുന്നു. 1925 ബ്രിട്ടീഷുകാരന്റെ സഹായത്തോടുകൂടെ ഹിജാസ് പിടിച്ചടക്കി ഫലസ്തീനെ ഒറ്റുകൊടുത്ത ചരിത്രം അവിടെ ഉണ്ട്. അന്ന് ഈ പറയുന്ന ആലു സഊദ് ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്നപ്പോൾ പൊളിച്ചു കളഞ്ഞതാണ്. അപ്പൊ ഓരോ ഭരണാധികാരികൾക്കനുസരിച്ച് അവിടെ ദീനും പലതരത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ പല കോലത്തിലാക്കുകയാണ്. മക്കത്തേക്ക് നോക്ക്, മദീനത്തേക്ക് നോക്കുന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. നമ്മുടെ അടുത്ത് ദീനുണ്ടോ? ഹക്കായ ദീൻ, ആ ദീനിൽ ഉറച്ചു നിൽക്കുക. ഏത് തട്ടമിട്ട ഏത് മുത്തവോ എന്ന് പറഞ്ഞാലും ദീനായി നിൽക്കണം. നമ്മുടെ കൽബിൽ അതുണ്ടാകണം. പഠിച്ചുകൊണ്ടുപോയി അമലുകൾ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് പോകുന്നവർക്ക് അമാലുകൾ പൂർത്തീകരിച്ച് അവന്റെ തൃപ്തിയിലായി നല്ല യഥാർത്ഥ ഹാജിയായി നമ്മിലേക്ക് തിരിച്ചെത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.